സാംസങ് S22 പ്ലസ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എക്സാക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വർത്താണോ അല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരു ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഡിസൈൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എസ് സീരീസിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണിൽ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആസ്പെക്ട് തന്നെയാണ്. ആ ഒരു ക്യാമറ ബമ്പിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ഡിസൈൻ നോക്കുന്ന സമയത്ത് എക്സാക്ട്ലി എങ്ങനെയാണോ S23 സീരീസ് അല്ലെങ്കിൽ S24 സീരീസ് വരുന്നത് അതുപോലെ തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ വാങ്ങിച്ചാലും ആ ഒരു ഡിസൈൻ ആസ്പെക്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു തരത്തിലും ഒരു പഴകിയ ഡിസൈൻ ആയിട്ടൊന്നും തോന്നത്തില്ല. എങ്ങനെയാണോ എസ് സീരീസിൽ ഇപ്പോൾ ഉള്ള ഒരു സ്മാർട്ട് ഫോണൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഡിസ്പ്ലേ കുറിച്ചാണ്. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.6 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് ഡൈനാമിക് അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ് ഏറ്റവും ടോപ്പിലുള്ള ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈവൻ 2 വർഷം കഴിഞ്ഞാലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഭയങ്കര ഓൾഡ് ആയിട്ടൊന്നും തോന്നുന്നില്ല ആ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. ഈവൻ 2 വർഷം കഴിഞ്ഞെങ്കിലും ഈ ഒരു ഡിസ്പ്ലേക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. ഇനി നിങ്ങളിപ്പോൾ ബ്രൈറ്റ്നസിനെ കുറിച്ചാണ് നോക്കുന്നതെങ്കിൽ ബ്രൈറ്റ്നസ് ഏകദേശം 1750 നിറ്റ്സ് വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എത്ര വെയിലത്ത് പോയി നിന്നാലും നമുക്ക് ക്ലിയർ ആയിട്ട് അത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്, ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു റിഫ്രഷ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 വർഷം കഴിഞ്ഞാലും ഡിസ്പ്ലേയിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. അതും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ അക്യുറേറ്റ് ആയിട്ടും വളരെ സ്പീഡിലും തന്നെ ആ ഒരു റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫിംഗർ പ്രിന്റ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യത്തിലും ഒരു പ്രശ്നവും ഇല്ല. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗന്റെ 8 Gen 1 എന്ന ഒരു ചിപ്സെറ്റ് ആണ്. ഈ ഒരു ചിപ്സെറ്റിന്റെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ഈവൻ 2 വർഷം കഴിഞ്ഞതാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിപ്പോൾ നിങ്ങൾ ഡെയിലി ഡ്രൈവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് അതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഏതോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഹൈ എൻഡ് ആയിട്ടുള്ള ഗെയിം കളിച്ചാൽ പോലും ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഏതൊരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ഗെയിമും നമുക്ക് ഇതിൻ്റെ അകത്ത് കളിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ സ്മാർട്ട് ഫോൺ എടുക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പോസിബിൾ ആണ്. കാരണം നമുക്ക് ഏതൊരു ഗെയിമും നല്ല കിടിലുമായിട്ട് തന്നെ കളിക്കാനായിട്ട് പറ്റും. 2 വർഷം കഴിഞ്ഞാലും പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല. ബട്ട് ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല രീതിക്ക് ഹീറ്റ് ആവും, ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. ജസ്റ്റ് വാമെന്നല്ല, നല്ല രീതിക്ക് ഹീറ്റ് ആവും. ഞാൻ പറയുന്നത് നമ്മുടെ നോർമൽ യൂസേജിന്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്, ഈ ഹീറ്റ് ആവും എന്ന് പറയുന്നത്. അതേസമയം നിങ്ങളിപ്പോൾ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ഗെയിം ഒക്കെ നോക്കുന്ന സമയത്ത് ഈ ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. അതായത് നിങ്ങളിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗെയിം ഇപ്പോൾ PUBG ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ കളിക്കുന്ന സമയത്ത് ഭയങ്കര ഹീറ്റ് ആയിരിക്കും. ആ ഒരു ക്യാമറയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഹീറ്റാണ്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിന്റെ ആ ഒരു മെറ്റൽ ഫ്രെയിമിലും ഭയങ്കര ഹീറ്റാണ്. ഞാൻ തന്നെ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആണോ, എന്തെങ്കിലും ഡൗൺലോഡിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും ഹീറ്റാണ്. ഈ പറയുന്ന ഹീറ്റ് ഗെയിം കളിക്കുമ്പോൾ മാത്രമല്ല, ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ഇതേ ഹീറ്റ് ഉണ്ട്. ഫോൺ ഫുള്ളായിട്ട് ഭയങ്കര ഹീറ്റായിരിക്കും, ഭയങ്കര ഹീറ്റായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഓഫ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 5 മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കൂളായിട്ട് തന്നെ മാറിക്കോളും, ഭയങ്കര ഒരു നോർമൽ രീതിയിലേക്ക് മാറിക്കോളും. എന്നാൽ ഒരു യൂസർ എന്ന ലെവലിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലം, ആ ഒരു ഹീറ്റിംഗ് പ്രോബ്ലം ഒരു പ്രോബ്ലം തന്നെയാണ്, ഒരു വളരെ ഒരു വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ന് ഇത്രയും ഹീറ്റ് ഉണ്ടാകുമെന്ന്. എന്നാൽ ഇങ്ങനെ ഹീറ്റ് ആകുന്നു എന്നുള്ള കാരണത്താൽ നമ്മുടെ പെർഫോമൻസിന് ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും ഇല്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അത് നല്ല ഹീറ്റ് ആയാലും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. സോ ഒരു പെർഫോമൻസ് എന്നൊരു കാര്യം എടുത്തു പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഹീറ്റിംഗ് കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അത് മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞത്. ആൻഡ് ഇതിന്റെ UI നോക്കുന്ന സമയത്ത് ON UI 6.1 ഇതിപ്പോൾ റൺ ചെയ്യുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു UI വളരെ ഒരു വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള ആനിമേഷൻസും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ടൺസ് ഓഫ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ UI നോക്കുന്ന സമയത്തും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾക്ക് 2 വർഷം കൂടി ഇതിൻ്റെ അകത്തുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടും. എനിക്ക് തോന്നുന്നത് Android 17 വരെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്
പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് ആണ്. ക്യാമറാസ് നോക്കുന്ന സമയത്ത് 50 MB ഒരു മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 10 MB ഒരു ടെലിഫോട്ടോ ക്യാമറയും അതുപോലെ തന്നെ 12 MB ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറയുടെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഫോട്ടോ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നവും ഇല്ല. ഭയങ്കര കില്ലുമായിട്ട് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ആ ഒരു വൈഡും അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസും. ആ ഒരു ടെലിഫോട്ടോ ലെൻസ് വെച്ച് പോർട്രേറ്റിൽ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് ആണെന്ന്. നമ്മൾ ആ ഒരു ഇന്റർഫേസ് കാണുന്ന സമയത്ത്, അതായത് നമ്മൾ ആ ഒരു വ്യൂ ഫൈൻഡർ നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നത്തില്ല ഇതിൻ്റെ അകത്ത് ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്ന്. ബട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു പ്രോസസ്സിംഗ് ഉണ്ട്, അതിൻ്റെ അകത്താണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. ആ ഒരു പ്രോസസ്സിംഗ് കഴിയുന്ന സമയത്ത് നമുക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ആൻഡ് എനിക്ക് ചെറുതായിട്ട് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഫോട്ടോൻ്റെ കാര്യത്തിൽ ചെറുതായിട്ട് തോന്നിയത്, ഇതിൻ്റെ അകത്ത് ചില കളേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഓവർ സാച്ചുറേറ്റ് ആയിട്ട് തോന്നും. ചില സിറ്റുവേഷനിലേക്ക് ചില കളേഴ്സ് ഭയങ്കരമായിട്ട് ഓവർ സാച്ചുറേറ്റ് ആയിട്ട് തോന്നി. അതെല്ലാ സിറ്റുവേഷൻസിലും ഇല്ല, എന്നാൽ ചില സിറ്റുവേഷൻസിൽ ആ ഒരു സാച്ചുറേഷൻ കുറച്ച് കയറി നിൽക്കുന്നതായിട്ട് തോന്നി. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടല്ല, എന്നാൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ നോക്കുന്ന സമയത്ത് ഒരു 10 MP ഒരു ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഓട്ടോ ഫോക്കസും കാര്യങ്ങളും എല്ലാം തന്നെ ഫ്രണ്ട് ക്യാമറയിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നോക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക് ക്യാമറ വെച്ച് 4K 30 അതുപോലെ തന്നെ 60 ഇട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയിലുള്ള വിഷ്വൽസ്. അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് തന്നെ ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലുള്ളത്. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് 4K 30 60 ഇട്ട് ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വോയിസിൻ്റെ ക്വാളിറ്റി. വീഡിയോ അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് തന്നെ ഉണ്ട്. സോ ഇതാണ് ആ ഒരു വിഷ്വൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്നാൽ വീഡിയോയുടെ കാര്യം നോക്കുന്ന സമയത്ത് iPhone 13 വെച്ച് നിങ്ങളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കാര്യത്തിൽ iPhone 13 കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുത്താലും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയെ കുറിച്ചാണ്. ബാറ്ററി നോക്കുന്ന സമയത്ത് 4500 mAh ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി ബാക്കപ്പ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ആവറേജ്, ഒരു എബോ ആവറേജ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര കിടിലൻ ബാറ്ററി എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കൊരു എബോ ആവറേജ് ലെവലിൽ തന്നെ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ചാർജിങ് നോക്കുന്ന സമയത്ത് നമുക്ക് 45 വാൾട്ടാണ് വയേർഡ് ആയിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് വയർലെസ് ആയിട്ട് 15 വാട്ടിലും അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ ആ ഒരു ബാറ്ററി ബാക്കപ്പും ചാർജിങ്ങും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ല, ഒരു തരക്കേടില്ലാത്ത ഒരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു 5G സ്മാർട്ട് ഫോൺ ആണ്. അത് വെച്ച് നോക്കുന്ന സമയത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തും ഒരു പ്രശ്നമില്ല, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് IP68 വാട്ടർ റെസിസ്റ്റന്റും വരുന്നുണ്ട്. സോ ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഇതിന്റെ ഒരു ഫ്രഷ് യൂണിറ്റ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ അകത്ത് ആമസോണിൽ കൊടുത്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 55,000 rupees ആണ്. സോ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ്. കമ്പയറിംഗ് ടു ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു നല്ലൊരു ചോയ്സ് തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.